മലയാളികൾക്ക് എക്കാലവും ഓർത്തിരിക്കാൻ കഴിയുന്ന സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് സിബി മലയിൽ. ആകാശദൂത്, കിരീടം, തനിയാവർത്തനം, ഭരതം തുടങ്ങി ഒരുപിടി നല്ല സിനിമകൾ ചെയ്ത സിബി മലയിൽ മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ്. മോഹൻലാലിൻ്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ അധികവും സിബി മലയിലിൻ്റെ സിനിമകളിലാണ് ഉണ്ടായത്. അതിൽ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് 1992 പുറത്തിറങ്ങിയ കമലദളം. നന്ദഗോപാൽ എന്ന നൃത്താധ്യാപകനായി മോഹൻലാലിൻ്റെ മികച്ച പ്രകടനമായിരുന്നു കമലദളത്തിൽ കാണാൻ സാധിച്ചത്. ആ സിനിമയുടെ കഥ ഷൂട്ടിന് 3 ദിവസം മുന്നെയാണ് കിട്ടിയതെന്നും മോഹൻലാൽ 2 ദിവസം കൊണ്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചതെന്നും സിബി പറഞ്ഞു. സമകാലിക മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. മോഹൻലാലിൻ്റെ 3ാമത്തെ പ്രൊഡക്ഷനായിരുന്നു അത്. കഥയൊന്നും ലാലിനോട് പറഞ്ഞിരുന്നില്ല. നിങ്ങൾ സിനിമ ചെയ്തു തന്നാൽ മതിയെന്ന് മാത്രമേ ലാൽ പറഞ്ഞുള്ളൂ. കഥ ഡിസ്കസ് ചെയ്യാൻ ഞാനും ലോഹിയും കൂടി ചെന്നൈയിൽ റൂമെടുത്ത് താമസിച്ചു. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന ലോഹി എന്നോട് പറഞ്ഞത്, ഞാനൊരു സ്വപ്നം കണ്ടു, നമുക്കത് വെച്ച് ഒരു സിനിമ ചെയ്യാം എന്ന്. അക്കാലത്ത് ആന്ധ്രയിലെ ഒരു പാട്ടുകാരൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവമായിരുന്നു ലോഹി കണ്ട സ്വപ്നം. സ്വന്തം ഭാര്യയുടെ മരണത്തിൽ അയാൾക്ക് പങ്കുണ്ടെന്നായിരുന്നു അന്ന് കേട്ട ആരോപണം. വലിയ വാർത്തയായ സംഭവമായിരുന്നു അത്. അതിനെ കലാമണ്ഡലത്തിൻ്റെയും ക്ലാസിക്കൽ ഡാൻസിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റി കമലദളത്തിൻ്റെ കഥ റെഡിയാക്കി. ഞങ്ങൾ കലാമണ്ഡലത്തിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്യാനെത്തി. ഷൂട്ടിൻ്റെ തലേ ദിവസമാണ് ലാൽ സെറ്റിലെത്തുന്നത്. അതുവരെ അയാൾ കഥ കേട്ടിരുന്നില്ല. കഥ കേട്ട് മോഹൻലാൽ ചോദിച്ചത്, ഈ ക്ലാസിക്കൽ ഡാൻസ് മാസ്റ്ററുടെ വേഷം ഞാൻ ചെയ്യണമെങ്കിൽ ഡാൻസ് പഠിക്കേണ്ടി വരില്ലേ എന്നായിരുന്നു. പഠിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ പറഞ്ഞു. ചെറിയ സമയം കൊണ്ട് എങ്ങനെ പഠിക്കുമെന്ന് ചോദിച്ചപ്പോൾ സിനിമയ്ക്ക് ആവശ്യമായ ഡാൻസ് മാത്രം പഠിച്ചാൽ മതി, അതിനുവേണ്ടി തിരുവനന്തപുരത്തുള്ള നെട്ടുവം പരമശിവം എന്ന മാസ്റ്ററിനെ വിളിച്ചു വരുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ നെട്ടുവം പരമശിവം 2 ദിവസം കൊണ്ട് മോഹൻലാലിനെ ട്രെയിൻ ചെയ്യിച്ചതിന് ശേഷമാണ് അയാൾ നന്ദഗോപാൽ എന്ന നൃത്ത അധ്യാപകനായത്. ആ സിനിമ കണ്ടിട്ട് അന്നത്തെ പ്രശസ്ത നർത്തകിയായിരുന്ന കല്യാണിക്കുട്ടിയമ്മ ലാലിൻ്റെ ഡാൻസിനെ പ്രശംസിച്ചിരുന്നു. ഇയാൾ ശരിക്കും നൃത്തം പഠിച്ചിട്ടുണ്ടോ എന്നായിരുന്നു അവർ അന്വേഷിച്ചത്. അത്രയ്ക്ക് പെർഫെക്ഷനിലായിരുന്നു ലാൽ അത് ചെയ്തത്, സിബി പറഞ്ഞു.